പാലക്കാടുള്ള അരോമ തിയേറ്ററാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയയിലുണ്ട്, അതുപോലെ ശ്രീദേവി ദുർഗയിലൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു ഞാൻ. പക്ഷേ ഞാൻ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരിട്ടൊന്ന് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്ത്, നേരത്തെ തന്നെ എടുക്കുകയാണ് ചെയ്ത്. കാരണം ഓൺലൈൻ ബുക്കിംഗ് ഇല്ലായിരുന്നു ആ സമയത്ത്. നമസ്കാരം, പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കൽക്കി കണ്ടു, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഞാനും ഭാര്യയ്ക്കും കൂടി ചേർത്തിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയ്ക്കൊരു മടി, കാരണം ഇതിന് ലേഡീസ് അധികം ഉണ്ടാവില്ല, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയുടെ മോനെ വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇതെന്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാകും. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പടം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫുള്ള് മെഷീൻസും മറ്റും. ഒരു 6000 വർഷം അപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ഭൂമി. അത് കാരണം ഗംഗാനദി ഇതൊക്കെ കാശിയിലാണ് ബേസ് സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ കാശിയാണ് സംഭവം ഇന്നത്തെ കാണുന്ന പോലെ നഗരമേ ഇല്ല, വറ്റി വരേണ്ട മരുഭൂമി പോലത്തെ സംഭവം. ഗംഗാനദി അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെയാണ് സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് മറ്റു പിന്നെ അതിൽ എടുത്തു പറയേണ്ട സംഭവം വെച്ച് കഴിഞ്ഞാൽ, കമൽഹാസൻ്റെ റോള്, വില്ലൻ്റെ റോള് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇതുവരെ അവൻ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് കമൽഹാസന് കിട്ടിയത്. അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ്റെ റോൾ. ഇവർ രണ്ടുപേരും മാത്രം ഇതിൽ ഓക്കെ. ബെസ്റ്റ് പറയുകയാണെങ്കിൽ കമൽഹാസൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും മാത്രം ഓക്കെ, സൂപ്പർ. പിന്നെ ഇതിൽ ഇവര് എടുത്ത് പറയാൻ പറ്റുന്ന ആൾക്കാരെന്ന് വെച്ചാൽ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ദുൽഖർ സൽമാൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അന്ന ബെൻ വരുന്നുണ്ട്. വിജയ് ദേവർകൊണ്ട അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ എനിക്ക് ഈ മെഷീൻസ് സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട്, നമുക്ക് അവതാരം മൂവി കാണാൻ കുറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കാണാൻ രസമുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഫുള്ളൊരു മരുഭൂമിയും കുറേ കെട്ടിടങ്ങളും സംഭവങ്ങളും എന്തൊക്കെയാണ് സംഭവങ്ങൾ, കുറേ മെഷീൻസുണ്ട്, അതൊക്കെയാണ് അതിലുള്ളത്. പിന്നെ മഹാഭാരതത്തിൻ്റെ ഇതൊക്കെ കുറച്ച് അതെല്ലാം കാണിക്കുന്നുണ്ട്. അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. പറഞ്ഞവരാണെങ്കിൽ 1 ടൈം വാച്ചബിൾ മൂവി എന്ന് വേണമെങ്കിൽ പറയും. തല്ലിപ്പോൾ സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും 1 ടൈം വാച്ചബിൾ മൂവിയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള റിവ്യൂ ആണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. ഓക്കെ, വീണ്ടും പുതിയ വീഡിയോസ് വരുന്നവയ്ക്ക് നിങ്ങളുടെ സ്വന്തം മനത്തേട്ടൻ ഒരു സാധാരണ പാലക്കാടുകാരൻ.